ഗവൺമെന്റ് പ്ലീഡർ വിവാദത്തിനിടെ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രി VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തും. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് കൂടിക്കാഴ്ച. അപർണ KS ആണ് ചേരുന്നത്. അപർണ, എന്തായാലും ഒട്ടേറെ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ ഒടുവിൽ അലോഷ്യസ് സേവ്യറുമായി മുഖ്യമന്ത്രി VD സതീശൻ കൂടിക്കാഴ്ച നടത്താനിരിക്കുകയാണ്. എന്തായിരിക്കാം കൂടിക്കാഴ്ചയിൽ ചർച്ചയാവുക? കൂടാതെ തന്നെ നിലപാട് തിരുത്താതെ തന്നെ ആ നിലപാട് ഉറച്ചു നിൽക്കാൻ തന്നെ ആയിരിക്കുമോ KSUയുടെ നിലപാട്? തീർച്ചയായും ഇത്തരത്തിൽ ഒരു വളരെ വലിയ വിവാദങ്ങൾക്കൊടുവിൽ ഇപ്പോൾ അലോഷ്യസ് സേവ്യറും മുഖ്യമന്ത്രി VD സതീശനുമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ കൂടിക്കാഴ്ച ഉണ്ടാകും. വളരെയേറെ വിവാദങ്ങൾക്ക് വഴിവെച്ചതാണ് ഈ ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ KSUവിന്റെ ഭാഗത്തു നിന്ന് ഈ അലോഷ്യസ് സേവ്യർ നടത്തിയ പ്രസ്താവനകളൊക്കെ തന്നെ ഈ മുഖ്യമന്ത്രി ആയിട്ടുള്ള ഒരു വാഗ്വാദങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു വിവാദങ്ങൾക്കൊക്കെ തന്നെ വഴിവെച്ചിരുന്നത്. ഇതിനെ ചൊല്ലി വളരെയേറെ വിവാദങ്ങളാണ് UDF-നുള്ളിലും കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നത്. ചേരിതിരിഞ്ഞുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ VD സതീശൻ വിഭാഗം അലോഷ്യസ് സേവ്യറിനെ പരസ്യമായി തന്നെ വിമർശിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. മുതിർന്ന നേതാക്കളടക്കം ഈ പ്രസ്താവനയിൽ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഇരുവരും പങ്കെടുത്ത ഒരു പരിപാടിയിൽ അലോഷ്യസ് സേവ്യറിനെ മുഖം നൽകാതെ മുഖ്യമന്ത്രി മടങ്ങിയ ഇതൊക്കെ നമ്മളൊക്കെ കണ്ടതാണ്. അതൊക്കെ വളരെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയും KSU സംസ്ഥാന പ്രസിഡന്റും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച നടക്കുന്നത്. ഇതിനു മുമ്പ് ഇത്തരത്തിൽ ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് അലോഷ്യസ് സേവ്യർ അനുമതി തേടിയിരുന്നെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അനുമതി ലഭിച്ചിരുന്നില്ല. അതും വളരെ വലിയ വിഷയങ്ങളിലേക്കൊക്കെ കടന്നിരുന്നു. അതായത് ഇത്തരത്തിൽ അനുമതി നൽകാതിരുന്നത് മുഖ്യമന്ത്രി അന്ന് സ്ഥലത്തില്ലാതിരുന്നതിനാലാണ് അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയത്. എന്തായാലും ഇന്ന് കൂടിക്കാഴ്ച നടത്തുകയാണ് ഇരുവരും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇരുവരുടെയും എന്താവും അവർ തമ്മിലുള്ള ചർച്ച നടത്തുക എന്ന കാര്യം അറിയില്ല. ഇത്തരത്തിൽ KSUവിന്റെ നിലപാടിൽ മാറ്റമുണ്ടാകുമോ എന്ന കാര്യമൊക്കെ തന്നെ ഇനി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും നമുക്ക് അറിയാൻ സാധിക്കുക. മുതിർന്ന നേതാക്കളടക്കം ഈ വിഷയത്തിൽ നേരത്തെ പ്രതികരിച്ചിരുന്നു. VM സുധീരൻ അടക്കമുള്ള നേതാക്കൾ ഇത്തരത്തിൽ അലോഷ്യസ് സേവ്യറിനെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. KSUവിന്റെ അണികൾ എന്ന് പറയുന്നത് അവർക്ക് വ്യക്തമായ നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ അറിയിക്കാനായിട്ടുള്ള ഒരു ബാധ്യത അവർക്കുണ്ട്. അതിനുള്ള തന്റേടമുണ്ട് എന്ന തരത്തിലൊക്കെ തന്നെ അലോഷ്യസ് സേവ്യറിനെ പരസ്യമായി അഭിനന്ദിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും വിവാദങ്ങൾക്കൊടുവിൽ ഇപ്പോൾ ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുകയാണ്. ഇതിനുശേഷമായിരിക്കും ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കും ഇരുവരും തമ്മിലുള്ള നിലപാട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുക. എന്തായാലും മുഖ്യമന്ത്രിയും KSUവും രണ്ട് തട്ടിലാണ് എന്നുള്ള തരത്തിലുള്ള ടാഗ് ലൈനുകളോടുകൂടി ഇറങ്ങുന്ന വിമർശനങ്ങൾ അതിൽ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് നേരത്തെ തന്നെ അലോഷ്യസ് സേവ്യർ വ്യക്തമാക്കിയിരുന്നു. ആ കാര്യത്തിൽ SFIയുടെ പിന്തുണ തങ്ങൾക്ക് ആവശ്യമില്ല. തങ്ങളുടെ പാർട്ടി ഒരു ജനാധിപത്യ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അത് പറയാനുള്ള ഒരു ആർജവം തങ്ങൾക്കുണ്ട് എന്ന് വ്യക്തമാക്കിയിരുന്നു. തങ്ങളുടെ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്ന് തന്നെ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. അത് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു പൊതുവായ സ്വഭാവമാണ് എന്ന തരത്തിലൊക്കെ തന്നെ അലോഷ്യസ് സേവ്യർ തന്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പറയുകയുണ്ടായിരുന്നു. കൂടാതെ തന്നെ KPCC അധ്യക്ഷനെ കണ്ട തന്റെ പരാതികൾ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. KPCC അധ്യക്ഷൻ അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. എന്തായാലും ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണ്. ശരി, അപർണയാണ് വിവരങ്ങൾ നൽകിയത്.